എല്ലാവർക്കും നമസ്കാരം. കോട്ടക്കകം റെസിഡൻസ് അസോസിയേഷൻ തൃപ്പൂണിത്തുറ ഓർഗനൈസ് ചെയ്യുന്ന ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് തോട്ട് എന്ന ഈ ഒരു സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ നേരത്തെ ശ്രീ പ്രദീപ് ജിയായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ സാധാരണ റെസിഡൻസ് അസോസിയേഷന് ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സെഷനല്ല ഇങ്ങനെ കുറേ സെഷൻസ് ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് നടക്കുന്നത്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഏറ്റവും സന്തോഷമെന്ന് പറയുന്നത് സംഗീതത്തിലെ കവിത എന്ന ഇന്നത്തെ ഈ ഒരു ചർച്ചാ വിഷയത്തിൽ ഏറ്റവും ആധികാരികമായി പറയാൻ കെൽപ്പുള്ള ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള 3 മഹത് വ്യക്തിത്വങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുതന്നെയാണ് അവർ 3 പേരും തമ്മിൽ ഏറ്റവും നല്ല ഒരു കെമിസ്ട്രി ഉള്ളവരും അവർ 3 പേരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരും ഒക്കെയാണ് എന്നുള്ളത് ഈ ഒരു സെഷൻ്റെ ഏറ്റവും പ്രത്യേകതയാണ്. കൂടുതൽ വർത്തമാനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരിൽ നിന്ന് തന്നെ ഞാനും നിങ്ങൾ അവിടെ ഇരിക്കുന്നു ഞാനിവിടെ ഇരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാനും ഒരു കേൾവിക്കാരനായിട്ട് അവർ 3 പേരിൽ നിന്നും കേൾക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു സെഷൻ സംഗീതത്തിലെ കവിത എന്ന് തന്നെയാണ്. നമ്മൾ സാധാരണ നേരത്തെ കവിതയിലെ സംഗീതം എന്ന് നമ്മൾ കുറച്ചുകൂടെ ഫെമിലിയറാണ് ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു പ്രയോഗം എന്ന് പറയുന്നത്. സംഗീതത്തിലെ കവിത എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടി വരും തോന്നുന്നു. കാരണം ഒരു പക്ഷേ ട്യൂണിട്ട് എഴുതുന്ന ഒരു സമ്പ്രദായം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ അത് കൂടുതലാണ്. അപ്പം സംഗീതത്തിലൂടെ ആ കവിതയെ കാണേണ്ട ഒരു സാഹചര്യം കൂടെ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഗാനരചയിതാക്കളാണെങ്കിലും സംഗീത സംവിധായകരാണെങ്കിലും ആ പാട്ട് ആദ്യമുണ്ടാക്കുന്ന പാട്ടും ആ പാട്ടിലൂടെ ആ കവികളിലേക്ക് അല്ലെങ്കിൽ ആ പാട്ട് ഇൻസ്പയർ ചെയ്ത് കവിതയുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗാനമുണ്ടാക്കുന്ന ഒരു രീതി, അത് തീർച്ചയായിട്ടും ഇവിടെ 2 ഗാനരചയിതാക്കളുണ്ട്. അവരുടെ ആ ഒരു അനുഭവത്തെപ്പറ്റി നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. പാട്ട് എഴുതി ചെയ്യുമ്പോഴും മ്യൂസിക് ഇട്ട് ചെയ്യുമ്പോഴും ഒരു ക്രിയേഷൻ്റെ ഭാഗമായിട്ട് 2 പേരും എങ്ങനെയാണത് ചെയ്യുന്നത്, ഏതാണ് സന്തോഷം, ഒരു കവിത എഴുതുമ്പോഴുള്ളൊരു സന്തോഷം, ഒരു ഗാനം ഉണ്ടാക്കുമ്പോഴുള്ളൊരു സന്തോഷം. കവിതയിലെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കുറച്ചുകൂടെ കൂടുമായിരിക്കാം. ഒരു പക്ഷേ സ്വന്തമായ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് എഴുതണമെന്ന് അവനവൻ തന്നെ തീരുമാനിക്കും. പക്ഷേ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് എല്ലാം നമുക്ക് ഈ 3 പേരിൽ നിന്ന് നമുക്കറിയാം. ആദ്യം റഫീഖ, അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ഒരു റെസിഡൻസ് അസോസിയേഷൻ ഇത്രയും വിപുലമായിട്ടുള്ള പരിപാടികൾ നടത്തുന്നു എന്നുള്ളത് ഒരു പക്ഷേ കേരളത്തിൽ അപൂർവമായിട്ടുള്ളൊരു കാര്യമായി എനിക്ക് തോന്നുന്നു. വളരെ വിസ്മയകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിൻ്റെ എല്ലാ സംഘാടകരെയും ആദ്യം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇവിടുത്തെ വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇത് രണ്ടും രണ്ടാണെന്നുള്ളതാണ്. സംഗീതം വേറെ, കവിത വേറെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ചലച്ചിത്രഗാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാനും ഹരിയും ബീബാലും ഒക്കെ ചലച്ചിത്രഗാന രചനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളായതുകൊണ്ടായിരിക്കാം ഈ ഒരു സെഷൻ ഉണ്ടാവുന്നത്. സത്യത്തിൽ സംഗീതം എന്ന് പറയുന്നത് കവിതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയേ അല്ല. അപ്പോൾ നമുക്ക് ക്ലാസിക്കൽ സംഗീതം എടുത്തു കഴിഞ്ഞാൽ കീർത്തനങ്ങളും അത്തരം രചനകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലെ കവിത അത്ര പ്രധാനപ്പെട്ടൊരു ഘടകം അല്ല. അത് സംഗീതവും അതിൻ്റെ ആലാപനത്തിൻ്റെ ഭംഗികളും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. മറിച്ച് അപ്പുറത്ത് കവിത എന്ന് പറയുന്നതും അതിൽ സംഗീതത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇപ്പോൾ കുമാരനാശാൻ്റെ കവിത നമ്മൾ ആസ്വദിക്കുന്നത്, വൈലോപ്പിള്ളിയുടെ കവിത ആസ്വദിക്കുന്നത് അതിൽ സംഗീതാത്മകത കൊണ്ടല്ല. ഒരുപക്ഷെ ചങ്ങമ്പുഴയുടെ കവിത അങ്ങനെ ആയിരിക്കില്ല. എങ്കിൽ പോലും സംഗീതം എന്ന് പറയുന്നത് കവിതയിലെ അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. അതുപോലെ തന്നെ കവിത എന്ന് പറയുന്നത് സംഗീതത്തിൽ, ശാസ്ത്രീയ സംഗീതം പോലെയുള്ള ശുദ്ധ സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമുള്ളൊരു സംഗതിയല്ല. ചലച്ചിത്രഗാനങ്ങൾ ഇതിന് രണ്ടും ഇടയ്ക്കും നിൽക്കുന്ന ഒരു വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കലാരൂപമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. അത് ഒരുപക്ഷെ ഇന്ത്യ പോലുള്ള അപൂർവം സ്ഥലങ്ങളിലെ സിനിമകളിലാണ് ഈ ചലച്ചിത്രഗാനങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിന് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമുക്ക്
മലയാളികൾക്ക് അങ്ങനെ എല്ലാ മലയാളികൾക്കും ആസ്വദിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു ആധുനിക മലയാളിക്ക്, ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന മതേതര പുരോഗമന ചിന്താഗതികളൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു സമൂഹത്തിൻ്റെ, ആധുനിക സമൂഹത്തിന് മൊത്തമായിട്ട് എല്ലാവർക്കും ആസ്വദിക്കാവുന്ന തരത്തിലുള്ള ഒരു സംഗീതം, കല എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് പല സമുദായങ്ങളുടെയും പല വിഭാഗങ്ങളുടെയും പാട്ടുകളും അതൊക്കെ ഉണ്ട്. അനുഷ്ഠാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ശാസ്ത്രീയ സംഗീതം ഉണ്ടാവാം, മാപ്പിളപ്പാട്ട് പോലെയുള്ള സംഗതികൾ ചില സമുദായങ്ങളുടെ മാത്രം ഉള്ളിൽ നിൽക്കുന്ന സംഗതികളുണ്ടായിരിക്കാം. പക്ഷെ പൊതുവായിട്ടുള്ള ഒരു ആധുനിക മലയാളിയുടെ സംഗീതം എന്ന് പറയുന്നത് അത് പിന്നെ ചലച്ചിത്ര ഗാനങ്ങളാണ്, അല്ലെങ്കിൽ നാടകഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളാണ് മലയാളിക്ക് തന്നത്. അത് പുതിയ കാലഘട്ടത്തിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കാലഘട്ടത്തിൽ നമുക്ക് കേൾവിയുടെ മാത്രം സംസ്കാരം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, റേഡിയോ മാത്രം ആശ്രയിച്ചൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പാട്ട് എന്ന് പറയുന്നത് സിനിമയിലൂടെ തന്നെ വേണം. ഒരു സിനിമ വന്നാൽ മാത്രമേ നമുക്ക് ഒരു പാട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സിനിമയിലെ പാട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇന്ന് നമുക്ക് പിന്നെ ഒരു പാട്ട് കേൾക്കാൻ സിനിമ ആവശ്യമില്ല, പല മാർഗങ്ങൾ അതിനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പാട്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാവുന്നത്. അപ്പോൾ പാട്ടിൽ ഏറ്റവും സാധാരണക്കാരൻ്റെ, ഒരുപക്ഷെ ഭാഷയിൽ പോലും അത്ര പരിജ്ഞാനമില്ലാത്ത സാധാരണക്കാരൻ്റെ കവിതയും, അതുപോലെ തന്നെ സംഗീതവുമായിട്ടൊന്നും അത്ര വലിയ ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ അതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് അറിയാത്ത സാധാരണക്കാരൻ്റെ സംഗീതവും ഇതെല്ലാമായിട്ട് മാറാൻ ചലച്ചിത്ര ഗാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചലച്ചിത്ര ഗാനങ്ങൾ നമ്മുടെ മലയാളിയുടെ ബോധമണ്ഡലത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അവൻ്റെ ഒരുപാട് ജീവിത മനുഷ്യാവസ്ഥകളെ തലോടുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അതിനെ പരിചരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പാട്ടുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്, മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മലയാളിയുടെ ജീവിതത്തിലെ അവിഭാജ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇത്രയും കാലത്തോളം ചലച്ചിത്ര ഗാനങ്ങൾ പിന്തുടർന്നു വന്നിട്ടുണ്ട്. അത് പണ്ഡിതനായിട്ടും പാമരനായാലും പിന്നെ വിവരമുള്ള ആളായാലും ധനികനായാലും ദരിദ്രനായാലും എല്ലാവരും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു കലയായിട്ട് ചലച്ചിത്ര ഗാനങ്ങൾ നിലനിൽക്കുന്നു. ഈ ചലച്ചിത്ര ഗാനങ്ങളിലെ അതിലെ കവിതയെക്കുറിച്ചാണ്, അതിലല്ലെങ്കിൽ അതിലെ സംഗീതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, സംഗീതത്തെക്കുറിച്ച് എനിക്ക് പറയാൻ അത്ര അറിവില്ല. അതിലെ കവിത എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിലെ ആദ്യകാലത്തെ കവികൾ, ഗാനരചയിതാക്കൾ എന്ന് പറയുന്നത് തന്നെ ജി ശങ്കരക്കുറുപ്പൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. ഒരുപക്ഷെ പിന്നെ നമ്മുടെ മുതുകുളം രാഘവൻ പിള്ള, അങ്ങനെയുള്ള ആളുകളാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒക്കെ കവിതകൾ ആദ്യകാലത്ത് പാട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ കവികളുടെ ഒരു സാന്നിധ്യം അതിൽ കാണാൻ കഴിയും. പിന്നീട് പി ഭാസ്കരൻ ഒരു മഹാകവിയാണെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയാവുന്ന ഒരാളാണ്. വയലാർ അതുപോലത്തെ ഒരാളാണ്. ONV നമുക്കറിയാം. ഇത്തരം ആളുകളുടെയൊക്കെ അവരൊക്കെ എഴുതിയ പാട്ടുകളിൽ കവിത ഇല്ലെങ്കിലാണ് നമുക്ക് അത്ഭുതപ്പെടാനുള്ളത്. അത് കവിത തന്നെയായിരുന്നു. അങ്ങനെ വളരെ സാധാരണക്കാരിലേക്ക് പോലും എത്തുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഭാവനകളും സങ്കല്പങ്ങളും, അത് പ്രണയത്തെക്കുറിച്ചാവാം, വിരഹത്തെക്കുറിച്ചാവാം, ഭക്തിയെക്കുറിച്ചാവാം, അതുപോലെ നിരവധി വിഷയം, താരാട്ടാവാം, പല മനുഷ്യാനുഭവങ്ങളുടെ ജീവിത സന്ദർഭങ്ങളിലെ ഒക്കെ തന്നെ തൊട്ട് തലോടിപ്പോകുന്ന നിരവധി സന്ദർഭങ്ങളെ പരിചരിക്കുന്ന തരത്തിലുള്ള വരികൾ ഈ വലിയ കവികൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് അതിമനോഹരമായ രീതിയിൽ സംഗീതത്തിലൂടെ അത് ചിരസ്ഥായിയാക്കി മാറ്റി എന്നുള്ളതാണ്. പലപ്പോഴും കവിതകൾ നമ്മളിപ്പോൾ എത്ര വലിയ കവികളുടെ കവിതകളാണെങ്കിലും അത് അത്രയും താല്പര്യമുള്ളവർ മാത്രമേ അതിൽ റീവിസിറ്റ് ചെയ്യാറുള്ളൂ. വീണ്ടും വീണ്ടും പോയി വായിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ചങ്ങമ്പുഴ പോലെ ഒരു കാലഘട്ടത്തെ മുഴുവൻ ത്രസിപ്പിച്ച ഒരു വലിയ കവിയെ ഇന്നത്തെ പുതിയ തലമുറ അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ വരികളാണ് ഓർമ്മിക്കുന്നതെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. ഈവൻ പിന്നെ കുമാരനാശാൻ്റെ ആണെങ്കിൽ പോലും അത് കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ അക്കാദമികളിലോ ഒക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിട്ട്, അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ അത്രയും കവിതയിൽ താല്പര്യമുള്ള ആളുകളുടെ അവരുടെ ഇടയിൽ മാത്രം നടക്കുന്ന ഒരു സംഗതി മാത്രമായിട്ടത് നിൽക്കുന്നു. അതേസമയം പാട്ടുകൾ 50-60 വർഷം കഴിഞ്ഞിട്ട് അത് കാവ്യാത്മകമായിട്ടുള്ള ഗാനങ്ങൾ, അതിലെ വരികൾ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടുകളെ നമ്മളങ്ങനെ വേറിട്ട ഒരു കലാരൂപമായിട്ട് തന്നെ കാണണം. സംഗീതവുമായിട്ടോ കവിതയുമായിട്ടോ അത്ര ഓരോ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാത്ത മൂന്നാമത്തെ ഒരു സംഗതിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ചരിത്രമുണ്ട്,
അതിൻ്റേതായിട്ടുള്ള വർത്തമാനവും അതിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി നമുക്ക് വഴിയെ സംസാരിക്കാം. പുതിയ കാലഘട്ടത്തിൽ റഫീഖയുടെ ഒരുപാട് കവിതകൾ ചെറുപ്പക്കാർ ഏറ്റുപാടുന്ന അല്ലേ, ഒരുപാട് കവിതകളുണ്ട്. മരണമെത്തുന്ന നേരവും അതുപോലെ തന്നെ മഴ കൊണ്ട് മാത്രം. അപ്പം ഒരു പരിധിവരെ നേരത്തെ കുമാരനാശാൻ്റെ കവിതകളൊക്കെ ക്യാമ്പസിലേക്ക് എത്തുന്നുണ്ടോ എന്ന് പറഞ്ഞെങ്കിലും റഫീഖയുടെ കവിതകൾ തീർച്ചയായിട്ടും ഇന്നത്തെ ക്യാമ്പസിൽ എല്ലാവരും പാടി നടക്കുന്ന ഒന്നാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിലേറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം കവിതയ്ക്കും ഇന്നത്തെ ഒരു ഇതിൽ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ഒരു മാറ്റർ എന്ന് പറയുന്നത് സാധാരണക്കാരനെ സ്പർശിക്കുന്ന കവിതകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ കവിതകൾ എല്ലാവരും നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വിജി അല്ല, അത് മറ്റൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പം കവിതകളെ, അതായത് യഥാർത്ഥ കവിതയായിട്ട് എഴുതിയിട്ടുള്ള സംഗതികളെ സംഗീതാത്മകമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് മറ്റൊരു സംഗതിയാണ്. അത് ഒരുപക്ഷെ അത്ര കാവ്യാത്മകമല്ലാത്ത രചനകൾ പോലും സംഗീതം വരുമ്പോൾ അതിന് കുറേ കൂടിയും അത് നമുക്ക് അറിയാം. പലതും നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രചരിക്കുന്ന പല ഈ പെർഫോമിംഗ് ആർട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന കവിതകൾ, അത് മറ്റൊരു കാര്യമാണ്. പക്ഷെ പാട്ട് എന്ന് പറയുന്നത് ഈ രണ്ടിനിടയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ രണ്ടുമല്ലാത്ത ഒരു സവിശേഷമായിട്ടുള്ള ഒരു കലാരൂപം എന്നുള്ള രീതിയിലാണ് കാണേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിജിപാൽ നേരത്തെ പ്രൊഫൈലിൽ പറഞ്ഞ പോലെ തന്നെ മലയാളികൾക്ക് ഏറ്റവും വ്യത്യസ്തങ്ങളായിട്ടുള്ള, ഏറ്റവും നല്ല പാട്ടുകൾ തന്നിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ എന്നതിലുപരി ഒരുപാട് സ്നേഹിക്കുന്ന, സംഗീതത്തെ പോലെ തന്നെ ഭാഷയും അതിലെ വാക്കുകളെയും അതിലെ രചനയും പാട്ടിനെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കമ്പോസറാണ്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവും. കവിതകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ടുപേർ റഫീഖയും അല്ലെങ്കിൽ ബിജിപാലും അല്ലെങ്കിൽ ഹരിനാരായണനും ബിജിപാലും ഒക്കെ തമ്മിൽ ഒരുമിച്ച് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, കവിതയും ഗാനങ്ങളും ഒക്കെ. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ദേവാനന്ദ് പറഞ്ഞ വിഷയം, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സംഗീതത്തിലെ കവിത എന്നുള്ളത്. സംഗീതത്തിലെ കവിത രണ്ട് രീതിയിൽ കാണാം. സംഗീതം എന്ന് പറയുന്ന ഒരു വ്യാവഹാരിക കലാരൂപത്തിൻ്റെ കാവ്യതലം എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ എനിക്ക് തോന്നുന്നു ഇവിടെ ചർച്ച ചെയ്യുന്നത് സംഗീതത്തിൽ കവിത കയറിയാൽ എങ്ങനെയിരിക്കും എന്നുള്ളതല്ലേ നമ്മൾ പറയുന്നത്. അതായത് ഈണമിട്ട് എഴുതുന്ന രീതി. അങ്ങനെയും നമുക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും ഈണമിട്ട് എഴുതുന്ന. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ സംഗീതത്തിൽ ട്യൂണിട്ടിട്ട് എഴുതുന്ന രീതി പണ്ട് സലിൽദ മുതൽ തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നു. അതുവരെ ദേവരായ മാഷായാലും രാഘവൻ മാഷായാലും ബാബുക്കെ ആയാലും അല്ലെങ്കിൽ അർജുന മാഷോ ദക്ഷിണാമൂർത്തി സ്വാമിയോ ഒക്കെ എഴുതി സംഗീതം ചെയ്താവാനാണ് സാധ്യത മിക്കതും. അതിന് മുമ്പുണ്ടായിരുന്ന നല്ലതങ്ക പോലെയുള്ള ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ ചെയ്ത പാട്ടുകൾ ഹിന്ദി സോങ്സ് അല്ലെങ്കിൽ തമിഴ് സോങ്സിൻ്റെ മലയാളം എഴുതി കയറ്റിയിരുന്നു. അപ്പോൾ ഇതൊന്നും ഒരു കാലത്തും ഒരു തടസ്സമായിരുന്നില്ല. പ്രതിഭകളായിട്ടുള്ള സംഗീതജ്ഞർക്കും കവികൾക്കും ഇത് ആദ്യം ഏതുണ്ടായി എന്നുള്ളതൊന്നും ഒരു തടസ്സമായിരുന്നില്ല. കാരണം ഈ ഒരു വിഷയം ഒന്നില്ലെങ്കിൽ ഇവർ ഒരു കവിത എഴുതുമ്പോൾ ഒരു വൃത്തത്തിലായിരിക്കും എഴുതുന്നുണ്ട്. ഗദ്യ കവിതകളുണ്ടില്ലെന്നല്ല, പക്ഷേ നമ്മൾ ഒരു താളത്തിൽ അടിസ്ഥാനപ്പെടുത്തി എഴുതുമ്പോൾ അതിന് ഓൾറെഡി അതൊരു മ്യൂസിക്കായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ആകെയുള്ളൊരു ഇപ്പോൾ ചെമ്മീൻ എന്ന് പറയുന്ന പാട്ടിൽ ഇപ്പോൾ കടലിനക്കരെ പോണോരേ കാണാ കുഞ്ഞിന് പോണോരേ എന്നുള്ള അത് ട്യൂൺ ചെയ്തിട്ടാണ് എഴുതിയതെന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ നമുക്ക് കേട്ടാൽ അറിയില്ല, കാരണം അത്രയ്ക്ക് സ്വാഭാവികമായിട്ടാണ് വയലാർ അത് എഴുതിയത്. അപ്പോൾ അതിൻ്റെ ഈ ട്യൂൺ ആദ്യം ഇടുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സംഗീത സംവിധായകന് തീരുമാനിക്കാം ഇതിൻ്റെ അളവുകൾ. അതായത് ഒരു വരി നീട്ടം കൂടുതലാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ വരി നമുക്ക് രണ്ടായി തിരിച്ച് ചെറിയ ചെറിയ ഫ്രേസുകളാക്കണോ, അപ്പോൾ അതൊരു കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകുമോ, ഒരു കേൾവിക്കാരിക്ക് അത് കുറച്ചും കൂടി ആകർഷകമാകുന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ആലോചന നമുക്കവിടെ വരാൻ പറ്റും. അപ്പോൾ അതാണ് ഈ രണ്ടാമത് എഴുതുന്നതിൻ്റെ ഒരു ഗുണം. അപ്പോൾ കവിക്ക് അതൊരു ചെറിയൊരു വെല്ലുവിളി ആകുന്നതെന്ന് വെച്ചാൽ ഈ അളവിനനുസരിച്ചുള്ള പദങ്ങൾ തേടി പോകേണ്ടി വരും. ഈ അർത്ഥത്തിൻ്റെ കുറവ് വരാൻ പാടില്ല, അല്ലേ? കോണ്ടെക്സ്റ്റ് കൃത്യമായിരിക്കണം. ഒപ്പം
ആവർത്തന സ്വഭാവം വരരുത്. നല്ല പാട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചിലതെങ്കിലും ഫില്ലർ വാക്കുകളിട്ട് ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അവിടെ എഴുത്തുകാരന് അല്ലെങ്കിൽ എഴുത്തുകാരിക്ക് അതൊരു വെല്ലുവിളി ആവാറുണ്ട്. ഈ ഈണത്തിൻ്റെ അളവുകളിൽ പദങ്ങൾ ഘടിപ്പിക്കുക എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ശരിക്ക് ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു പാട്ട് എഴുതാൻ പറയുമ്പോൾ ഒരു പാട്ടുകാരന് എഴുതി ട്യൂൺ ചെയ്യുന്ന ഒരു അങ്ങനെ ഒരു സമ്പ്രദായമാണെങ്കിൽ ശരിക്കും ആ പാട്ടെഴുത്തുകാരന് അതൊരു വലിയ വെല്ലുവിളി. കാരണം ആ പാട്ടെഴുത്തുകാരനാണ് ആ പാട്ടിൻ്റെ സ്ട്രക്ചറെ ഉണ്ടാക്കുന്നത്, അല്ലേ? അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്താണ് കമ്പോസർ ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് ട്യൂൺ ഇടുമ്പോൾ തീർച്ചയായിട്ടും ആ ട്യൂണിൽ നിന്ന് ആ ഒരു ട്യൂണിൻ്റെ ചട്ടക്കൂടിലാണ് എഴുതുന്നത്. അപ്പം ആ ട്യൂണിൻ്റെ ചട്ടക്കൂടിൽ വരികയും വേണം ഈ പറയുന്ന വെല്ലുവിളി, അതായത് ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ആ ഒരു ആശയം അതിൽ വരികയും വേണം. അത് ശരിക്കും പറയുകയാണെങ്കിൽ ലിറിക്സ് റൈറ്റർക്ക് കുറച്ചുകൂടെ കൂടുതൽ ഒരു സ്ട്രെയിൻ അല്ലേ ശരിക്കും പറയുമ്പോൾ? ലിറിക്സ് ഞാൻ മനസ്സിലാക്കുന്നത് ലിറിക്സ് എഴുതുന്നത് കൂടുതൽ സ്ട്രെയിൻ ട്യൂൺ ഇട്ടിട്ട് എഴുതുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവരൊക്കെ എപ്പോഴും വിജയ് ട്യൂണ് അയച്ചു തന്നാൽ എന്ന് പറയും. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ചിലപ്പോൾ റഫീഖേട്ടനൊക്കെ മടിയനായതുകൊണ്ട് ആദ്യം എന്നാൽ വിജയ് ട്യൂണ് അത്ര സമയം കിട്ടുമല്ലോ വെറുതെ ഇരിക്കാൻ, അതുകൊണ്ട് പറയാം ആ ട്യൂൺ അയച്ച് നമുക്ക് എഴുതാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ അല്ലേ ഹരി, എനിക്ക് തോന്നുന്നു അത് ആദ്യം ട്യൂൺ ഇട്ടതിന് ശേഷം എഴുതുമ്പോൾ അത് ഒരു ചലഞ്ച് തന്നെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിജയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താ ശരിക്കും എഴുതി? എനിക്ക് എളുപ്പം എഴുതിയിട്ട് ട്യൂൺ ചെയ്യണം. കാരണം അത് ഒരു 3 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, റണ്ണിങ് ടൈം എന്ന് പറയുന്നത്. ആ 3 മിനിറ്റാണ് ഇവരെടുക്കുന്നത് രണ്ടുപേരും. അതെ. അപ്പോൾ പക്ഷെ അവർക്കത് എഴുതാൻ ആ പദങ്ങൾ കണ്ടുപിടിക്കുക, അട്രാക്റ്റീവ് ആയിട്ടുള്ള വാക്കുകൾ വേണമല്ലോ. അത് ജനങ്ങൾക്ക് ഇഷ്ടമാവണം, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ സിറ്റുവേഷന് യോജിക്കണം. അപ്പോൾ അതൊരുപാട് ഒരു വെല്ലുവിളിയാണ്. അതൊരു വളരെ രസകരമായിട്ട് ഇവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ചിലർ ആ വാക്കുകളുടെ ഈ അക്ഷരത്തിൻ്റെ എണ്ണം ഇപ്പോൾ അങ്ങനെ അക്ഷരങ്ങൾ എണ്ണി ചെയ്യുന്നപ്പോൾ പണ്ട് ഗിരീഷ് പുത്തഞ്ചി അദ്ദേഹത്തിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ എണ്ണും പുള്ളി. താരാരേരാരേരാരേര 10 എന്നിട്ട് പുള്ളി തണ്ടവാള ഏല സുറുക്കുണ്ട് കറക്റ്റ് അങ്ങനെ എഴുതണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അത് ഇവരൊക്കെ എണ്ണി എഴുതുകയാണ്. ചിലർ മ്യൂസിക് കുറച്ചും കൂടി അപ്പർ ഹാൻഡുള്ള എഴുത്തുകാരുണ്ട്, അവർക്ക് കുറച്ചും കൂടി വേറെ രീതിയിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവരൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് റഫീഖേട്ടൻ എപ്പോഴും പറയും എനിക്ക് സംഗീതം എനിക്കറിയില്ല എന്ന് പറയും. പക്ഷെ ചില എഴുത്തിൽ ഈ സംഗീതത്തിനനുസരിച്ച് വാക്കുകൾ പോകുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവരൊക്കെ എഴുതുമ്പോൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ പഴയ ONV സാർ എഴുതിയപ്പോൾ എൻ്റെ ദേവി കേഴും ദൂര മന്ദിരത്തിൽ പോയി വരൂ എന്നുള്ള അത് എങ്ങനെയാണത് ഒക്കുന്നത്? ദേവസംഗീതം നീയല്ലേ ഇത് കുറുക്കലും നീട്ടലും തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുക എന്ന് പറയുന്ന ഈ അകൽച്ച, നീ അതെവിടെ കിടക്കുന്നു, ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അത് എഴുതുകയാണ് ചെയ്തത്. രണ്ടാമത് ഇപ്പോൾ രമേശൻ നായർ സാറ് എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഇവരുടെ മനസ്സിൽ ഉണ്ട് ഈ ട്യൂണിൻ്റെ ഒരു ഫ്രീക്വൻസി. ഞാൻ പറയുന്നത് ഈ ട്യൂണിൻ്റെ കവിത ഒറിജിനലി അതാണ്. വരികൾ വരുന്നതിന് മുമ്പുള്ള കവിതയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഭാവവും ഫ്രീക്വൻസിയും വെച്ചിട്ട് അത് അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് രണ്ടും ഉണ്ട്. സംഗീതത്തിലെ കവിത എന്ന് പറയുന്നത് 2 രീതിയിലും വായിച്ചെടുക്കാം. ഫസ്റ്റ് സ്ട്രക്ചർ എന്നുള്ളതെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ചെയ്യേണ്ടി വരും. അതെ. ഹരി, നമ്മുടെ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ളൊരു റൈറ്റർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ട്യൂണിട്ട് എഴുതുന്ന ഒരു വളരെ ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, എന്നെ ഒരിക്കലും സംഗീതം എന്നെ ആകർഷിച്ചിട്ടില്ല, സംഗീതം എന്നെ ഇൻസ്പയർ ചെയ്തിട്ടില്ല. ആ സിറ്റുവേഷൻ പറയുമ്പം ആ ഒരു തത്വകാരം അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ നമ്മൾ എഴുതുക എന്നുള്ളതല്ലാതെ ഒരിക്കലും എന്നെ സംഗീതം ഇൻസ്പയർ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്.
പക്ഷേ ഹരിയുടെ പല ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സംഗീതമാണ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. ആ പാട്ടിൽ കൂടെയാണ് ഞാൻ എൻ്റെ യാത്ര അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക രചന അല്ലാതെ സിറ്റുവേഷനേക്കാളും എനിക്ക് ഏറ്റവും നേരത്തെ ബിജി പറഞ്ഞ പോലെ തന്നെ സൗകര്യവും എനിക്ക് ഏറ്റവും കൺവീനിയൻറ്റ് അതാണ്. ആ ഒരു ഒരു പുതിയൊരു പാട്ട് ഉണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ആ ഒരു നോവും അതുപോലെ തന്നെ നോവെന്ന് വെച്ചാൽ അതിന് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ട്യൂണിട്ട് എഴുതുന്ന ആ ഒരു രണ്ട് രീതിയാണ്. പക്ഷേ ഹരി കൂടുതൽ എഴുതിയിട്ടുള്ള ട്യൂണിട്ടാവാം അല്ലേ കൂടുതൽ. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് പറയുന്നത്. അതോടൊപ്പം ഈ പറയുന്ന സംഗീതത്തിലെ കവിതയുടെ കാര്യങ്ങളും അതൊന്ന് വിശദമാക്കണം, ഒരു അഭിപ്രായം ആ ഒരു വിഷയത്തെപ്പറ്റി. ഇപ്പം ഞങ്ങൾ റഫീഖ് ഞാനും ഒരു നാട്ടിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂർ ജനുവരി 1-ാം തീയതി ഞങ്ങളൊക്കെ ഉണർന്നപ്പോൾ ഒരു വാർത്ത കേട്ടത് എന്താണെന്ന് വെച്ചാൽ 9-ലോ 10-ലോ പഠിക്കുന്ന ഒരു പയ്യൻ, അപ്പുറത്തിരിക്കുന്ന കുറച്ചുകൂടി മുതിർന്ന ഒരു പയ്യൻ തിരിച്ച് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ തിരിച്ച് ന്യൂ ഇയർ പറഞ്ഞില്ല, തിരിച്ച് വിഷ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് കത്തിയെടുത്ത് കുത്തുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തലമുറ നമ്മുടെ അവിടെ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മളിങ്ങനെ വാക്കിൻ്റെയും അക്ഷരത്തിൻ്റെയും പാട്ടിൻ്റെയൊക്കെ പേരിൽ കൂടിയിരിക്കുമ്പോൾ അത് കുറച്ചെങ്കിലും ഇല്ലാതാവും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ആളുകൾ ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ദേവാന്തേട്ടൻ ചോദിച്ച ചോദ്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നതിന് മുമ്പ് റഫീഖ പറഞ്ഞു ഇവിടെ ഒരു പറയേണ്ട എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ആദ്യമൊന്നും ഈ പാട്ടുകളെയും ചലച്ചിത്രഗാനങ്ങളെയൊന്നും മുഖ്യധാരയിൽ എവിടെയും എടുത്തിരുന്നില്ല. ഇപ്പം എല്ലാ സ്ഥലത്തും കവിതയിലെ പാട്ടിലെ കവിത എന്നുള്ളത് തന്നെയായിരിക്കും വിഷയമെങ്കിലും എല്ലാ ഫെസ്റ്റിവലുകളിലും ഈ ചർച്ച നടക്കുന്നുണ്ട്. അത് വലിയ സന്തോഷമുണ്ട്. പക്ഷെ ആ ചർച്ച നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മൾ പാട്ടിൽ കവിത അല്ലെങ്കിൽ ട്യൂണിട്ട് എഴുതുക ഈണത്തിനനുസരിച്ച് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ 1937 ഈ നാഗർകോവിൽ ഭാഗത്തുള്ള സുന്ദരംപിള്ള എന്ന് പറഞ്ഞ ഒരാൾ, അയാൾക്കൊരു കഥ കിട്ടി. ഹൈദരാബാദിൽ സംഭവിച്ചൊരു ഇതാണ്. ആ സംഭവത്തിനെ അയാൾ വിധിയും മിസ്സിസ് നായരും എന്ന പേരിൽ ഒരു കഥയാക്കി. എന്നിട്ട് അയാൾക്ക് അന്ന് മലയാളത്തിൽ സിനിമ വന്നിട്ടില്ല. മലയാളത്തിൽ സിനിമ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് സേലത്ത് സുന്ദരം മുതലാളിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇത് സിനിമയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സിനിമയാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ശ്രമങ്ങൾ നടന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ നായകനായിട്ട് അഭിനയിക്കുകയും വേണം. അങ്ങനെ ഇദ്ദേഹം നായകനായി ഒരു നായികയും കിട്ടി. ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങി. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമ വളരെ പെട്ടെന്ന് ദിവസങ്ങളെ കൊണ്ടാണ് കഴിയുന്നത്. അപ്പോൾ ഈ ആദ്യമായിട്ടാണ് മലയാളത്തിലൊരു സിനിമ വരുന്നത്. സിനിമ ഷൂട്ടിംഗ് തുടങ്ങി 4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മാളൂന്നോ അങ്ങനെ എന്തോ ആണ് ഈ നായികയുടെ പേര്. ഈ സുന്ദരം എന്ന് പറഞ്ഞ ആൾക്ക് തോന്നി ഇനിയിപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ട് കാര്യമില്ല, ഇവരായിട്ട് ഒപ്പം പോയിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ നായികയും കൊണ്ടിട്ട് ഈ നായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ഇങ്ങേര് ഒളിച്ചോടിപ്പോയി. ഒപ്പം തിരക്കഥ എടുത്തുകൊണ്ടുപോയി മൂപ്പര്. അപ്പോൾ ഈ പ്രൊഡ്യൂസർ പെട്ടുപോയി. കാരണം ഇത്രയും ദിവസം ഷൂട്ട് ഇതിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഈ ആലപ്പി വിൻസെൻ്റ് എന്ന് പറയുന്ന അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഈ സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരുടെ അനിയനാണ് അദ്ദേഹം. അപ്പോൾ സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതർ അന്ന് ഇവിടെ ഓച്ചിറ വേലുക്കുട്ടിയായിട്ട് ധാരാളം നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് പൂർത്തിയാക്കി എന്ത് ചെയ്യും, മലയാളത്തിലല്ലേ, എനിക്കിവിടെ തമിഴിലുള്ള ആൾക്കാരെ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ആലപ്പി വിൻസെൻ്റ് അദ്ദേഹം ഇവിടെ വന്നിട്ട് അന്വേഷിച്ചു. സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ഞങ്ങളൊക്കെ പുരാണ നാടകങ്ങളാണ്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരാൾ എന്ന് പറയുന്നത് അവിടെ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം. വളരെ ചെറുപ്പമാണ്, ആട്ടക്കഥയൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അയാളെ പോയി കണ്ടോളൂ. അയാൾ സാമൂഹ്യ നാടകമൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ പോയി കണ്ടു. അയാളെ പോയി കണ്ടിട്ട് അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് സിനിമയൊന്നും എഴുതിയിട്ട് പറ്റില്ല. അപ്പോൾ ഈ പ്രൊഡ്യൂസർക്ക് നിർബന്ധമാണ് വെട്ടിയിട്ട് വേണം സീൻസ്, വലിയ സീനൊന്നും പറ്റില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഒരു സീൻ എഴുതും, അത് കഴിഞ്ഞ് ഒരു പാട്ട് എഴുതും, ഒരു സീൻ എഴുതും, പാട്ട് എഴുതും, സീൻ എഴുതും, പാട്ട് എഴുതും. അങ്ങനെ നോക്കിയപ്പോൾ 23 പാട്ടൊറ്റ വന്നു, സീനും എഴുതി. ഇത് സിനിമ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് പാട്ടാക്കണമല്ലോ. അങ്ങനെയാണ് കുഞ്ചുണ്ണി നായർ എന്ന് പറഞ്ഞിട്ട് അരൂരുള്ള ഒരാൾ, അദ്ദേഹം അന്ന് കോട്ടയ്ക്കൽ നമ്മുടെ പരമശിവവിലാസം, ഇന്നത്തെ PSV നാട്യസംഘം, ഇതിൻ്റെ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങേരെ വിളിച്ചുകൊണ്ട് വന്നു. ഇങ്ങേരും ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ഹാർമോണിസ്റ്റും കൂടിയിട്ട് പാട്ടുകൾ ഉണ്ടാക്കി. കുറേ ഇങ്ങേര് പാടി, കുറേ നായിക പാടി. അങ്ങനെയാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമയിലെ പാട്ടുകൾ ഉണ്ടാകുന്നത്. ആ പാട്ടുകൾ ഉണ്ടാക്കിയവർ ഇതിൽ കവിത വേണോ അല്ലെങ്കിൽ സംഗീതം വേണോ എന്നൊന്നും നിശ്ചയിച്ചിട്ടില്ല. കാരണം ഈ നിവർത്തികേടിൻ്റെ പുറത്താണ്, അതായത് സീനുകൾ ഇങ്ങനെ വിഭജിക്കാൻ പറ്റാത്തതിൻ്റെ നിവർത്തികേടിൻ്റെ പുറത്ത് ഓരോ പാട്ട് എഴുതായിരുന്നു. ആ പാട്ട് എഴുതിയ ആ മനുഷ്യൻ്റെ പേരാണ് മുതുകുളം രാഘവൻ പിള്ള എന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യൻ അവസാനം കമൽ സാറ് പറയുന്ന ഒരു കഥയുണ്ട് ഈ മനുഷ്യനെ പറ്റിയിട്ട്. ഒരു കമൽ സാർ അന്ന് സംവിധാന സഹായിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കേരള സർക്കാരിൻ്റെ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അത്രയും ദാരിദ്ര്യത്തിൽ കേരള സർക്കാരിൻ്റെ പെൻഷൻ ഇവിടുന്ന് എത്രയോ വളരെ ചെറിയ തുകയാണ്, അത് പോസ്റ്റ് ഓഫീസിൽ അയക്കുന്ന സമയത്ത് അത് കിട്ടിയോന്ന് അന്വേഷിച്ച് ചുമച്ച് ദിവസവും വരുന്ന വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യനെ പറ്റി കമൽ സാർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഈ പാട്ട് എന്ന് പറയുന്നത് കൊണ്ട് റഫീഖ് അഹമ്മദ് അദ്ദേഹം ജീവിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിക്കുന്നുണ്ട്, ബിജിപാലിൻ്റെ കുടുംബം ജീവിക്കുന്നുണ്ട്, ദേവാനന്ദിൻ്റെ കുടുംബം ജീവിക്കുന്നുണ്ട്, എൻ്റെ കുടുംബം ജീവിക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ കുടുംബം ജീവിക്കുന്നുണ്ട്. പക്ഷേ അതിനു വേണ്ടി ഒന്നും കിട്ടാതെ ഇത് കവിതയാണോ പാട്ടോ എന്നറിയാതെ അത് ചെയ്ത ആളുകളാണ് മുതുകുളവും ഈ KK അരൂരും ഒക്കെ. അവർ കൊണ്ട വെയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന തണൽ എന്നാണ് എനിക്ക് ചിന്തിക്കുന്നത്. അപ്പം അവരെ ആലോചിച്ചല്ലാതെ അതിലൊന്നും പറയാൻ പറ്റില്ല എന്നൊന്നും. പിന്നെ പല രീതിയിൽ നമ്മുടെ കവികളൊക്കെ വന്നു. അങ്ങനെ ആദ്യമൊക്കെ ഈണത്തിനനുസരിച്ച് എഴുതി, പിന്നെ വരിക്കനുസരിച്ച് ഈണം ഭാസ്കരൻ മാഷാണ് ഈ രാഘവ മാഷെ കൊണ്ടിട്ട് ആ രീതിയിൽ അതിനെ മാറ്റിയത് എന്ന് വേണമെങ്കിൽ സത്യത്തിൽ പറഞ്ഞു. പിന്നെ വരി എഴുതി ഈണപ്പെടലായി. സലിൽദ വന്നപ്പോൾ നേരത്തെ വിജയേട്ടൻ പറഞ്ഞ പോലെ വയലാറിൻ്റെ ഒരു ഡയറി കുറിപ്പ് കണ്ടിട്ടുണ്ട്. അതായത് അതിലെഴുതിയെന്ന് വെച്ചാൽ പരീക്കുട്ടിയുടെ പാട്ട് കിട്ടി, ഈണമാണ്, ഈണത്തിന് കവിത എഴുതി ശീലമില്ല, ആദ്യമായിട്ട് നോക്കുകയാണ്, ഈണത്തിൽ അക്ഷരമിടാം, കവിത എങ്ങനെ വയ്ക്കാൻ പറ്റുമെന്നറിയില്ല, കാത്തിരുന്ന് കാണാം എന്നാണ് പറഞ്ഞത്. അതാണ് വാക്കും കവിത ഏതാണെന്നറിയാത്ത പോലെ വന്നത്. ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ ഞാൻ ശീലിച്ചത്, ഞാൻ വരുന്ന സമയത്ത് അധികവും ഞാൻ എഴുതിയ ഒരു 90% പാട്ടുകളും ഈണത്തിനനുസരിച്ചാണ് എഴുതേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ശീലം ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുക, അതിപ്പോൾ വിജയേട്ടൻ്റെ ഒരു ട്യൂണിനിപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ഒരു ഫ്രേസ് ആവില്ല. ആ സിറ്റുവേഷന് നമ്മൾ എഴുതുകയാണ് എന്ന് വിചാരിക്കുക, ഇതായിരിക്കില്ല ചിലപ്പോൾ വരിക, ആശയം അതായിരിക്കും, പക്ഷേ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശിലയുടെ മാറില്ലേ എന്ന് എനിക്ക് എഴുതാൻ കാരണം അത് വിജയേട്ടൻ്റെ ട്യൂണ് വന്നതുകൊണ്ടാണ്. അപ്പോൾ ജീവാംശമായി എന്ന് പറയുന്ന ഒരു വാക്ക് എനിക്ക് വന്നത് ആ കൈലാസിൻ്റെ ട്യൂണ് കേട്ടപ്പോൾ എങ്ങനെയാണ്. അപ്പോൾ ആ ട്യൂണ് നമ്മളെ തീർച്ചയായിട്ടും ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അത് ഏത് രീതിയിലാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് ട്യൂണ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ശീലം ഉണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങളിലേക്ക് മടി ഉണ്ടാവും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കാം. എന്നാലും ട്യൂണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് എഴുതി ട്യൂൺ ചെയ്യാന്ന് പറയുന്നത്. പിന്നെ റിസ്ക് സംഗീത സംവിധായകനാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലത്ത് എന്ന് പറയുമ്പോൾ 90% പല സിനിമയിൽ ഇപ്പം ഇവരൊക്കെ വർക്ക് ചെയ്തതിലുണ്ടാവും വിഷ്വൽ വരെ വന്നിട്ടായിരിക്കും വേറെ ഏതെങ്കിലും പാട്ടിൽ വെച്ചിട്ട് വിഷ്വൽ. ഇപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ, ഞാൻ സിനിമ പറയുന്നില്ല, വിജയേട്ടനായിട്ട് ഞങ്ങൾ ഒരു 6 പാട്ടൊക്കെ ചെയ്ത സിനിമയിലെല്ലാം രക്ഷാധികാരി ബൈജു എന്ന് പറയുന്ന സിനിമയിൽ എല്ലാം വിഷ്വലിനനുസരിച്ചാണ് ഞങ്ങൾ ട്യൂൺ ചെയ്തത്. അപ്പോൾ എഡിറ്ററുടെ ഒരു സ്വാതന്ത്ര്യത്തിന് ഏതെങ്കിലും ഒരു പാട്ടിട്ടിട്ട് ചെയ്യും. കുരുവി എന്ന് പറയുന്ന പാട്ട് ഞാൻ ചെയ്യുമ്പോഴും അത് വിഷ്വലിനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കുഴപ്പമെന്നല്ല പറയുന്നത്, അത് വേറൊരു സാധ്യതയായിരിക്കും തരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യം ട്യൂണ് ഇടലായിരിക്കുമല്ലോ ഏറ്റവും നല്ലത്, കുറച്ചും കൂടി കൺവിൻസ് ചെയ്യാൻ. ആ വിഷ്വലിൻ്റെ താളമൊക്കെ
വെച്ച് ചെയ്യുന്നത് ട്യൂൺ ഇട്ടിട്ട് പിന്നെ വരി എഴുതായിരിക്കും. അപ്പോൾ അതൊരു ശീലമാണ് അതും, പക്ഷെ അതൊരു സാധ്യതയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റഫീഖ, ഇത് വെൺചന്ദ്രലേഖയൊരു അപ്സര സ്ത്രീ എന്നും അല്ലേ, വെള്ളിമേഘം ചേല ചുറ്റിയ മാമലകൾ കിള്ളിയാറ് ചിലങ്ക ചുറ്റിയ താഴ്വരകൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. അതിനുശേഷം ആ ഒരു കാലഘട്ടത്തിൽ റഫീഖ് ജീവിക്കുകയും ഒരുപാട് കവിതകളും ഒരുപാട് ഇതുപോലെ വലിയ ആൾക്കാരുടെ പാട്ടുകൾ കേട്ട് വളർന്ന ഒരാളാണ്. ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പറയുകയാണ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ യൂത്ത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുകൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ക്രിയേഷനായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് കേട്ടു വളർന്ന, അല്ലെങ്കിൽ കുമാരനാശാൻ്റെയും ചങ്ങമ്പുഴയുടെയും കവിതകൾ കേട്ടു വളർന്ന പി ഭാസ്കരൻ്റെയും അല്ലെങ്കിൽ വയലാറിൻ്റെയും ഒക്കെ പാട്ടുകൾ കേട്ടു വളർന്ന ആ റഫീഖ ഈ 2025 ഏറ്റവും പുതിയ ഒരു പാട്ട് എഴുതാനുള്ളൊരു മാനസികാവസ്ഥ, അതിൻ്റെ ഒരു ക്രിയേഷൻ, ആ ഒരു തലത്തിലേക്ക് എത്തുന്നതിന് എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു ക്രിയേഷൻ്റെ ആ ഒരു സുഖം ഞങ്ങൾക്കും കൂടെ ഒന്ന് പകർന്നു തരാമോ? ഇപ്പം ഇവിടെ പറഞ്ഞ പാട്ട്, ഈ വെൺചന്ദ്രലേഖ ഒരു അപ്സര സ്ത്രീ, വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ എന്നുള്ള പാട്ട് മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാകുന്ന വയലാർ ദേവരാജൻ ടീമിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടാണ്. അത് ചുക്ക് എന്ന് പറയുന്നൊരു സിനിമയിലാണ്, തകഴിയുടെ നോവലാണ് ചുക്ക് എന്ന് പറയുന്നത്. അതിൽ ആ ചുക്ക് എന്നുള്ള സിനിമയായി കഴിഞ്ഞപ്പോൾ അതിൽ വന്ന പാട്ടാണ്. നമ്മുടെ മഹാനടനായിട്ടുള്ള മധു സാറാണ് അതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൽ ആ സിനിമ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് യൂട്യൂബിലുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ട് സഹിക്കാൻ പറ്റുന്നവരും അന്നത്തെ വളരെ പരിമിതമായ ടെക്നിക്കൽ പരിമിതികൾക്കുള്ളിൽ വെച്ചുകൊണ്ട് അവർ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അഭിനയം ചിലപ്പോൾ നാടകീയമായിരിക്കാം, അതിൽ പ്രമേയം ചിലപ്പോൾ പല ഇതുണ്ടാവും, പക്ഷെ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വീണ്ടും കാണാവുന്ന സൗകര്യമുണ്ട്. അപ്പോൾ അതിലെ ഈ നായകനായിട്ട് അഭിനയിക്കുന്ന മധു സാറ് 5ാം ക്ലാസ്സാണ് അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലെ വിദ്യാഭ്യാസം. മധു സാർ MA കാരനാണ്, വേറെ കാര്യം. സിനിമയിൽ 5ാം ക്ലാസ്സുകാരനായിട്ടാണ് ജോലി അന്വേഷിച്ച് നടക്കുന്ന, ഈ മരം മറ്റേ ഈ ഈർച്ച മില്ലിൽ പോയി ജോലി അന്വേഷിക്കുന്നുണ്ട്, പല സ്ഥലത്തും ജോലി അന്വേഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള 5ാം ക്ലാസ്സുകാരനായിട്ടുള്ള ആളാണ് ഇരുന്നിട്ട് വിപ്രലംബ ശൃംഗാര നൃത്തമാണ്. പക്ഷെ അത് ഒരു പ്രശ്നവുമില്ല, കാരണം അന്നത്തെ സമൂഹം അത് അംഗീകരിച്ചിരുന്നു, അത് സ്വീകരിച്ചിരുന്നു. പിന്നെ കാരണം അവർക്ക് വേണമെങ്കിൽ വിചാരിക്കാം അത് മധു സാർ അതിലെ കഥാപാത്രം എഴുതിയ പാട്ടായിക്കൊള്ളുന്നില്ലല്ലോ, ഒരാൾ പാടുന്നത് വേറെ ഏതെങ്കിലും കവിതയൊക്കെ ആവാമല്ലോ, അയാളുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളാവാം, പലതാവാം. അപ്പോൾ അത് അംഗീകരിക്കുന്ന ഒരു സമൂഹം അന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ പാട്ട് എഴുതാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ബിജിക്കൊക്കെ ഞാൻ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ അവരാദ്യം തന്നെ പറയാം സാഹിത്യപരമായിട്ടുള്ള വാക്കുകൾ വേണ്ട, കവിത ആവശ്യമില്ല, നിങ്ങൾ സാധാരണ വേറെ. കാരണം നമ്മുടെ എല്ലാ സിനിമാ സംവിധായകരും അവരുടെ പ്രേക്ഷകരായിട്ട് കാണുന്നത് ന്യൂ ജനറേഷൻ കുട്ടികളെ മാത്രമാണ്. അതിനപ്പുറത്ത് വലിയൊരു സമൂഹം ഉണ്ടെന്നുള്ളതും, സീനിയർ സിറ്റിസൻസാണ് ഇവരെക്കാളും കൂടുതലുള്ളത്. പെൻഷനെ പറ്റി വീട്ടിലിരിക്കുന്നവർ, വീട്ടമ്മമാർ, എത്രയോ വലിയ ആൾക്കാരാണ്, അവരെയൊന്നും പരിഗണിക്കാറില്ല. എല്ലാ കാര്യങ്ങളും ഈ 18, 19 വയസ്സ്, 25 വയസ്സിന് താഴെയുള്ള ന്യൂ ജനറേഷനെയാണ് അവർ പ്രിയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പലരും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാണ്, അവർക്ക് മലയാളം അറിയില്ല. അതുകൊണ്ട് സാഹിത്യവാക്കുകൾ വേണ്ട, പിന്നെ കവിത വേണ്ട, നിങ്ങൾ സാധാരണ വർത്തമാനം പറയുന്ന പോലത്തെ സംഗതികൾ എഴുതിയാൽ മതി എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അങ്ങനെ പലതും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിയുണ്ട്. പക്ഷെ നമ്മുടേതായിട്ട് മലയാളിക്ക് അത്ര നേരത്തെ സൂചിപ്പിച്ച പോലെ അത്ര കാര്യമായ വിദ്യാഭ്യാസമോ സാഹിത്യപരിചയമോ ഇല്ലാത്ത ആളുകൾക്ക് പോലും പല വാക്കുകളും പല ഭാവനകളും അല്ലെങ്കിൽ കവിതയിലേക്ക് അവരടുപ്പിക്കുന്നത് ഈ സിനിമാ ഗാനങ്ങളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് അത് വലിയൊരു, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ സിനിമാ ഗാനങ്ങൾ സിനിമയുമായിട്ട് അത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ വലിയ സംഭവങ്ങൾ എഴുതാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. കാരണം സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ അതിലെ ഈ സിനിമ അഭിനയിക്കുന്ന നടനാണെങ്കിലും, ഇപ്പം മമ്മൂട്ടിയെ പോലുള്ള വലിയൊരു നടൻ, ഞാൻ പിന്നെ പഴശ്ശിരാജയുടെ റോൾ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അയാൾക്ക് വാറുണ്ണിയുടെ റോളും അയാൾക്ക് അഭിനയിക്കേണ്ടി വരും, അല്ലെങ്കിൽ അയാൾക്ക് മറ്റേ സൂര്യമാനസത്തിലെ മറ്റേ പൊട്ടൻ്റെ റോളൊക്കെ അഭിനയിക്കേണ്ടി വരും. അങ്ങനെ പലതും ചെയ്യേണ്ടി വരും. കാരണം അതുപോലെ തന്നെ സിനിമയിൽ നമ്മൾ ഈ സംവിധായകൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയരാണ്, അതല്ലെങ്കിൽ ആ പണി നിർത്തിപ്പോവുക നല്ലത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട്
ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് എത്രമാത്രം ഇപ്പം ഞങ്ങൾ ചെയ്ത ഒരു പാട്ട് ഇപ്പം എനിക്ക് വളരെയധികം പലപ്പോഴും ഈ സംഗീത സംവിധായകരുടെ കഴിവ് എന്ന് പറയുന്നത് ഈ വരികളുടെ അകത്തുള്ള സംഗീതം കണ്ടെത്തുക എന്നുള്ള ഒരു സംഗതി തന്നെയാണ്. അത് നമ്മൾ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ എഴുതുന്ന വരികൾ നമുക്ക് ഒരിക്കലും നമ്മൾ സാധാരണ ചില വരികളല്ല. ഇപ്പോൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു. വളരെ പ്രസയിക്കായിട്ടുള്ള ഗദ്യാത്മകമായിട്ടുള്ള പ്രസ്താവന പോലെയുള്ള 3 വരികളാണ്. അതിൽ കവിതയില്ല, നല്ല കവിതയാണ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു സംഗതിയാണ് അതിനെ എത്ര മനോഹരമായ രീതിയിലാണ് സംഗീതമായിട്ട് മാറുന്നത്. ഒരുപക്ഷെ വയലാർ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും അത് കേട്ടപ്പോൾ, ഇങ്ങനെ എൻ്റെ ഈ വരികൾ ഇത്രയും ഇങ്ങനെ ആയി മാറി എന്നുള്ള അദ്ദേഹം അത്ഭുതപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെ നമ്മുടെ ഡി ശങ്കരക്കുറുപ്പിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള സാഗരഗീതത്തിലെ ശ്രാന്തമമ്പരം നിതാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തം ആരബ്ധക്ലേശരോമന്തം മമസ്വാന്തം എന്നൊക്കെ പറയുന്ന സംസ്കൃത പദബഹുലമായിട്ടുള്ള ആ വരികളെ പാൽപ്പായസം പോലെയാണ് ദക്ഷിണമൂർത്തിസ്വാമി അതാക്കിയിട്ട് അല്ലെ പാടുന്നില്ല. അപ്പോൾ അത് പിന്നെ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ സംഗീതത്തിൻ്റെ ഒരു അകമ്പടിയോട് കൂടിയിട്ട് ഈ വാക്കുകൾക്കുണ്ടാവുന്ന വലിയൊരു ചേഞ്ച് ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാട്ട് എന്ന് പറയുന്നത് രചയിതാവിൻ്റെ മാത്രമാണോ, അല്ലെങ്കിൽ സംഗീതജ്ഞൻ്റെ ആണോ, അല്ലെങ്കിൽ ഗായകൻ്റെ ഇദ്ദേഹത്തെയൊക്കെ പോലെയുള്ള ഗായകരുടെ മാത്രമൊന്നും എല്ലാവരും കൂടിയിട്ട് സൃഷ്ടിക്കുന്ന ഒരു ജനാധിപത്യ ലോകത്തെ ഒരു ഉൽപ്പന്നമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതിലെല്ലാവർക്കും തുല്യമായ പങ്കാളിത്തം അതിനകത്തുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമകളുടെ രീതി അനുസരിച്ചിട്ട് അതിനകത്ത് പാട്ടുകൾക്ക് പരിമിതികളുണ്ട്. നമുക്കതിനകത്ത് വലിയ ഫിലോസഫിയോ അല്ലെങ്കിൽ വലിയ ആർഭാടമുള്ള വാക്കുകളോ ഒന്നും വെക്കാൻ നിവൃത്തിയില്ല. താൻ പോയി കേസ് കൊടു എന്നുള്ള സിനിമയിൽ നമുക്ക് പിന്നെ ഈ സ്വർഗപുത്രി നവരാത്രി എന്നുള്ളൊരു പാട്ട് അതിന് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റിയ പാട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അപൂർവമായിട്ട് ചില അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഈ ട്യൂൺ ചെയ്ത് കിട്ടുമ്പോൾ അതും വേറൊരു കാര്യമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ എഴുതി ചെയ്യുന്നത് തന്നെയാണ്. വരികൾ ഇഷ്ടം പോലെ നമുക്ക് തോന്നിയ പോലെ എഴുതി കൊടുക്കുന്നു, അവരതിനകത്ത് നമുക്ക് അപ്രതീക്ഷിക്കാത്ത സംഗീതം കണ്ടെത്തുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഇപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റിലെ പാട്ട് ഇളവയിൽ വിരലുകളാൽ അത് അങ്ങനെ ട്യൂൺ കിട്ടിയില്ലായിരുന്നെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം അത് ഒരിക്കലും ആ രീതിയിൽ വരില്ല. പക്ഷേ ആ സിനിമയ്ക്ക് ഞാൻ വിചാരിക്കുന്ന സിനിമയ്ക്ക് ഏറ്റവും യോജിച്ച തരത്തിലുള്ള ഒരു പാട്ടായിട്ട് അത് മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വരികളാണെങ്കിലും സംഗീതമാണെങ്കിലും അതൊക്കെ ആദ്യം വരികൾ കിട്ടിയതുകൊണ്ടാണ് നമുക്കൊരു ഒരു ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അങ്ങനെ 2 തരത്തിലും ഗുണമുണ്ട്. പിന്നെ പാട്ട് കേൾക്കുമ്പോൾ അത് ആദ്യം വരികൾ എഴുതിയതാണോ അതോ രണ്ടാമത് എഴുതിയതാണോ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്നിടത്താണ് പരാജയം. അതിൻ്റെ ഏറ്റവും വലിയൊരു നിങ്ങളൊക്കെ ഒരു പക്ഷേ പലരും കേട്ടിട്ടുണ്ടാകുന്നൊരു പാട്ടാണ് കുളി കഴിഞ്ഞു കോടി മാറ്റിയ ശിശിരകാല ചന്ദ്രിക. അത്ര ആൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അതിന് പാട്ടില്ല. അത് ഒരു കാരണവശാലും നമുക്കത് ഈണം നൽകിയിട്ട് എഴുതിയതാണെന്ന് തോന്നില്ല. അത്രയും മലയാളിത്തമുള്ള അത്രയും സ്വാഭാവികമായിട്ടുള്ളൊരു പാട്ടാണ് കുളി കഴിഞ്ഞു കോടി മാറ്റിയ ശിശിരകാല ചന്ദ്രിക. പി ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുള്ള പാട്ടാണ്. പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ഇന്ന് പലർക്കും മറന്നുപോയിട്ടുള്ള വളരെ പ്രതിഭാശാലിയായിട്ടുള്ളൊരു സംഗീത സംവിധാനം ചെയ്തതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്നത് ഇതേപോലെ തന്നെ ഈ സംഗീത സംവിധായകനും രചയിതാവും തമ്മിലുള്ള ഒരു റാപ്പോ അല്ല അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധവും അവർ തമ്മിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കെമിസ്ട്രി വർക്ക് ചെയ്യുമ്പോഴാണ് അത് ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ശ്വസനങ്ങൾ ശ്രുതി ചേർക്കുകയല്ലേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശ്വസനങ്ങൾ അല്ലേ. അപ്പോൾ ആ ഒരു ട്രാൻസ്മിഷൻ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നുള്ള ഇപ്പോഴത്തെ പാട്ടുകളിലേക്കുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ് അല്ലേ. ഇപ്പോഴത്തെ ട്രെൻഡ് മനസ്സിലാക്കി എഴുതുക എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഇവിടെ ഒരുപാട് നമുക്ക് ഗാനരചയിതാക്കൾ പുതിയ ഗാനരചയിതാക്കളുണ്ട് അല്ലേ. പക്ഷേ അതിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു നല്ല പാട്ടെഴുത്തുകാരനായിട്ട് മാറണമെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? ഒരു വാക്കുകളുടെ എന്താ പറയുക ഭാഷാ പരിജ്ഞാനമാണോ, അതോ വാക്കുകൾ ഒരുപാട് വ്യത്യസ്തങ്ങളായ വാക്കുകളാണോ, അല്ലെങ്കിൽ അനുഭവജ്ഞാനമാണോ, അല്ലെങ്കിൽ പാട്ട് കേൾക്കലാണോ, കേൾവിജ്ഞാനമാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം വേണ്ടി വരില്ലേ. ഇപ്പോൾ ഒരു ഉപദേശം എന്നുള്ളതിക്ക് സാറിന് പറയാനുള്ള അല്ല, ഉപദേശിക്കാനുള്ള ഒരു കഴിവൊന്നും എനിക്കില്ല. എനിക്ക് തോന്നുന്നത് പാട്ടെഴുത്തുന്നുള്ളതല്ല, എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ സാഹിത്യരചനയാണെങ്കിലും കവിതാരചനയാണെങ്കിലും സംഗീത സംവിധാനമാണെങ്കിലും എല്ലാം എന്താണെങ്കിലും ലോകം തുടങ്ങിയത് ഇന്നു മുതലാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ലോകം തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി.
കവികൾ കവിതകൾ എഴുതാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി, സംഗീതം ഉണ്ടായിട്ട് ഒരുപാട് കാലങ്ങളായി, പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബഹുമാനവും ധാരണയും നമുക്കുണ്ടാവണം. ഇന്നു മുതലാണ് സാഹിത്യം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്നു മുതലാണ് ഗാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അത് ആവേശത്തിൻ്റെ പുറത്ത് പലർക്കും ഉണ്ടാവും. പക്ഷെ അതല്ല യാഥാർത്ഥ്യം എന്നുള്ളതും, അതിനു മുമ്പ് ഒരുപാട് മഹാന്മാരായിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ വലിയ വലിയ സംഭാവനകൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിനയം കലർന്നിട്ടുള്ള ഒരു അറിവ്, ഒരു ബോധം നമുക്കുണ്ടാവണം. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ വിലയിരുത്താൻ കഴിയും. അത്ര വലിയ സംഭവമൊന്നുമല്ല നമ്മളെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. അത് ഞാനാണെങ്കിലും ആരാണെങ്കിലും ഒരു രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് മുമ്പുള്ള എന്തൊക്കെയാണ് ഇതിന് മുമ്പ് സംഭവിച്ചു പോയിട്ടുള്ളത്, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശ ധാരണ ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ്. അതൊരു ഉപദേശമല്ലാത്തൊരു അഭ്യർത്ഥനയാണ്, ഒരു അപേക്ഷയാണ്. തങ്കത്താഴികക്കുടമല്ല താരാപഥമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വയലാർ 82 ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ് ഇറങ്ങുന്നതിന് മുമ്പേ, അല്ലേ, കാലത്തിന് മുമ്പേ സഞ്ചരിച്ച കവികളുണ്ടായിരുന്നൊരു നാടാണ് നമ്മുടെ. അപ്പോൾ ഇവർ രണ്ടുപേരും തീർച്ചയായിട്ടും വിജയുടെ ഇവിടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, അല്ലെങ്കിൽ ഒരു സിനിമ വരുമ്പം സാധാരണ രീതിക്ക് നമ്മൾ ഇപ്പോൾ MT സാറിൻ്റെ ഒരു സിനിമ വന്നപ്പോഴത്തേക്കും അതിലെഴുതാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ചില ആൾക്കാരുണ്ട്. ആ പദങ്ങളും ആ കാലത്തെ വാക്കുകളും ആ ശൈലികളും ഉപയോഗിക്കും എന്ന് പറയുന്നത് തന്നെ വിജയുടെ എക്സ്പീരിയൻസിൽ ഇവർ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ, ആ സംഗീതത്തിലെ നേരത്തെ പറഞ്ഞ ട്യൂണിട്ടാണ് എഴുതാറുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരുടെ ആ ഒരു ശൈലി, എഴുത്തിൻ്റെ ശൈലിയെ പറ്റി ഒന്ന് പറയാം. അല്ല, അങ്ങനെ നമുക്കൊരു കമ്പാരിസൺ എന്നുള്ള രീതിയിലല്ല, പക്ഷേ ഞാൻ മനസ്സിലായി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യാലിറ്റികൾ ഉണ്ട്. ശരിക്ക് റഫീഖേട്ടൻ കുറച്ച് ഞാൻ വളരെ മതിപ്പോടെ കാണുന്ന ഒരാളാണ് റഫീഖേട്ടൻ. കാരണം ഹരി എന്നേക്കാളും താഴെയാണ്. അപ്പം അങ്ങനെ നമ്മൾ കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ മൗനം ഒക്കെ നമുക്ക് തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. വെറുതെ ഇരിപ്പ്, അസാമാന്യമായ ഹ്യൂമർ സെൻസ്, പറയുമ്പോൾ അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇത്തരം ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില പരിപാടികൾ ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡിബേറ്റുകൾ, കൊടുക്കൽ വാങ്ങലുകൾ. അപ്പോൾ ചേട്ടൻ എപ്പോഴും എന്തെങ്കിലും ഇൻഫർമേഷൻ മേടിക്കാനും തയ്യാറാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അത് മാത്രമല്ല, വളരെ ഒരു സയൻറ്റിഫിക് ടെമ്പറുള്ള ഒരു ആൾ കൂടിയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇപ്പം ഞാൻ ഇടുക്കി പാട്ടിൽ പറഞ്ഞു, മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണം നല്ല മേറും നാടല്ലോ ഇടുക്കി. നമുക്ക് കേരളത്തിന് ബിസിനസ്സും എക്കോണമിയിലെ പാട്ട് ഞാൻ പരാമർശിക്കാൻ വരുന്നത് അല്ല. അപ്പോൾ അങ്ങനെ സമ്പദ് വ്യവസ്ഥയെ ഇത് ചെയ്യുന്ന നാട് കൂടിയാണെന്ന് അങ്ങനെ കവിതയിലൂടെ, അതുപോലെ ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന പൂച്ചിരിയോ എന്നെഴുതും. ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു റൊമാൻറ്റിസിസം കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഈയിടെ താങ്കൾ പരാമർശിച്ച പാട്ട് ശ്വസനങ്ങൾ, ആ പാട്ട് തിരമാലയാണോ നീ എന്നുള്ള പാട്ടിൽ ഒരു വരിയുണ്ട്. അത് അദ്ദേഹം ഇവിടെ ഒരു പുസ്തകത്തിൽ വായിച്ചു. ഈ മരങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി, മരങ്ങളുടെ വേരുകളിലൂടെയാണത് പല മെസ്സേജുകളും പാസ് ചെയ്യുന്നത്. അത്ര മണ്ണിൻ്റെ അടിയിലെ വേര് നമ്മൾ കാണില്ല. അപ്പോൾ ഇദ്ദേഹം പുസ്തകത്തിൽ വായിച്ചത് ഒരു സയൻസാണ്, പക്ഷെ അതൊരു തികച്ചും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ടാണ്. തിരമാലയാണു നീ കടലായ ഞാൻ നിന്നെ തിരയുന്നതെത്ര മേലർത്ഥശൂന്യം. ഈ പാട്ടിൽ അതിൽ ഒരു വരിയുണ്ട്, ഇലകളിൽ ചിരികളായി നമ്മൾ വായിച്ചത് പിണയുന്ന വേരിൻ്റെ വരികളല്ലേ എന്ന്. ഇലകളിൽ നമ്മൾ ചിരികളായിട്ട് വായിച്ചത് യഥാർത്ഥത്തിൽ അടിയിൽ പിണഞ്ഞു കിടക്കുന്ന വേരിൻ്റെ വരികളാണ് ഈ കാണുന്നതെന്ന് അതേ പാട്ടിൽ എഴുതിയിരിക്കുക. സയൻസാണ്, ബട്ട് എങ്ങനെയാണ് ആ പോയട്രിയിലേക്ക് സയൻസ് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇതേപോലെ ഈ സ്പോണ്ടനിറ്റിയേക്കാളും ഇൻറ്റൻസിറ്റിയാണ്. ഒരു വേദന എടുക്കും ചില ഇത് വായിക്കുമ്പോൾ. ഒരു നോവ് എന്നൊക്കെ പറയുന്നത് പെരിഫറലാണ്, പക്ഷെ ഇത് സ്വയമായിട്ട് കവികളെല്ലാവരും അങ്ങനെയാണല്ലോ, വേദനിക്കുന്നവരാണ്. വേദനിച്ച് നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ പെട്ട് ഭയങ്കരമായിട്ട് കൂടലുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അതിൻ്റെ ആഴം ചില കവിതകളിൽ ഇവർ ഇത് കൊണ്ടുവരും.
ഇപ്പോൾ ഹരിയുടെ പാട്ട് ഞാൻ ട്യൂൺ ചെയ്ത് വേദന തൻ ഉല കാച്ചിയ മുത്തിത് വേദന ഏതിനും ഔഷധം എന്ന് ട്യൂൺ ഇട്ടിട്ട് എഴുതിയതാണ്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ആ വരി. ശരി, മ്യൂസിക്കിനെ കുറിച്ചാണ്. മ്യൂസിക് വെറുതെ ആനന്ദത്തിൽ നിന്നുണ്ടായതല്ല, വേദനയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. അപ്പോൾ സംഗീതത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഒരു ഡെഫിനിഷനാണ്. വേദന തൻ ഉല കാച്ചിയ മുത്തിത് വേദന ഏതിനും ഔഷധം. അത് വേദനയിൽ നിന്ന് ഉരുവായൊരു കാര്യം പിന്നെ അതിനപ്പുറത്ത് വല്ല വേദനയും അവനറിയേണ്ടതുണ്ടോ അല്ലെ അവൾ അറിയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അതിന് അപ്പുറത്തൊരു ഔഷധം വേറെ ഒന്നുമില്ല വേദനയ്ക്ക്. അപ്പോൾ അതുപോലെ ആണ് ഇതിനെയൊക്കെ കാണുന്നത്, കാര്യങ്ങളെ കാണുന്നത്. അതുപോലെ അങ്ങനെ രസകരമായിട്ടുള്ള ഇപ്പോൾ അയ്യൻ 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 എന്നുള്ള പാട്ട് ഞങ്ങൾ ചെയ്തു ലാൽ ജോസിൻ്റെ സിനിമയ്ക്ക്. അപ്പോൾ അത് ഇങ്ങനെ കേവല ഭക്തിഗാനം എന്നുള്ള അവസ്ഥയിൽ വേണ്ട, നമുക്ക് കുറച്ചും കൂടി പ്രോഗ്രസീവ് ആയിട്ട് അതിനെ കാണാം. നമുക്ക് ഓരോന്ന്, നമുക്ക് എഴുത്തച്ഛനെ പിടിക്കാം, ശ്രീനാരായണ ഗുരുവിനെ പിടിക്കാം, ഉപനിഷത്തുക്കളെ പിടിക്കാം. അങ്ങനെ ഓരോന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ എഴുതരും. അപ്പോൾ ചക്ഷുശ്രവണകൾ സ്തമാന്തർദരം ഭക്ഷണത്തിൽ അത് ട്യൂണിട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ കാലപ്പെരുമ്പാമ്പിൻ വായിലിരുന്നിട്ടും തീനിനപേക്ഷിക്കും പോലെ പാന്തർ താന്തറായി പാതവക്കിലെ വാടകപ്പുര വാഴൂ എന്ന് ഇങ്ങനെ എഴുതുകയാണ്. വേറെ ഭാഷയിൽ എഴുതുക. അതുപോലെ അദ്വൈതം പറയുമ്പോൾ നാനാജീവ കുലങ്ങൾ ഇതൊറ്റയാം നൂലാൽ ബന്ധിതമാം എന്ന് പറയാം. ഇത് ഒരു വരിയിൽ ഇതൊക്കെ അങ്ങ് കാച്ചി കുറുക്കി തരികയാണ്. അപ്പോൾ അങ്ങനെ ഈ രണ്ടുപേരെ ഹരി എന്ന് പറഞ്ഞാൽ ട്യൂൺ കൊടുത്താൽ ഞാൻ ട്യൂൺ കൊടുക്കുന്നതിൻ്റെ മുൻപ് പുള്ളി ആ ട്യൂണിന് പാട്ട് എഴുതി തരും. അങ്ങനെ സ്പീഡാണ്. സ്പീഡെന്ന് പറഞ്ഞാൽ അത് വളരെ എണ്ണം പറഞ്ഞ അളവായിരിക്കും. പെട്ടെന്ന് എഴുതുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഹരി കുറച്ചുകൂടി ആലോചിച്ച് എഴുതിക്കോ, കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഹരി എനിക്ക് അറിയാൻ പാടില്ല വിജയേട്ടാ, പെട്ടെന്ന് എഴുതി ശീലമായി, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ പറയാം. അല്ല, അപ്പോൾ അങ്ങനെ ഇത്ര സ്പീഡിൽ എഴുതുന്ന പാട്ടെഴുത്തുകാർ വിരളമായിരിക്കും. അപ്പോൾ പലർക്കും പല പ്രത്യേകതകളായിരിക്കും. അത് നമ്മൾക്ക് ഇവരുമായിട്ടുള്ള അനുഭവം, ഇവരുമായിട്ടുള്ള ഇരിപ്പ്, ഞാൻ കൂടുതൽ ഇവരുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ പാട്ട് നമ്മൾക്ക് എഴുതാനുള്ള പാട്ടുകളെക്കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത്, വേറെ പല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ ഇടയ്ക്ക് ജയൻ മാഷ് ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇടുക്കി എന്നൊരു വാക്ക് എന്ന് പറയുന്നത് ആ ഒരു പാട്ടിൽ എങ്ങനെ മ്യൂസിക്കലായിട്ട് ഇതുപോലെ വേറെ ആരും ചെയ്ത് കണ്ടില്ല എന്ന് ജയമാഷ് പറയുന്നുണ്ടായിട്ടുണ്ട്. എത്രയും മനോഹരമായിട്ട് ആ പദങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കമ്പോസ് ചെയ്യുക എന്നൊരു കാര്യമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളിലും അതുപോലെ തന്നെ അത്രയും ഐഡൻറ്റിറ്റിയുള്ള സ്വന്തമായ വഴി, വഴി തനി വഴി എന്ന് പറയുന്ന പോലെയുള്ള തുടക്കം മുതലേ വിജയുടെ പാട്ടുകളിൽ ഇപ്പോൾ അറബിക്കഥയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ പാട്ടുകൾ അങ്ങനെ തന്നെ നിൽക്കുന്ന കുറേ പാട്ടുകളാണ്. നമുക്ക് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ ആ ഒരു ശൈലിയാണ് എൻ്റെ ശൈലി. ഇപ്പം സാധാരണ ഇതിലേക്ക് ഇപ്പോൾ ജോൺ ചേട്ടൻ വന്നപ്പോഴും അല്ലെങ്കിൽ മോഹൻ സിതാര സാർ വന്നപ്പോഴും ഒക്കെ ഒരു പരിധിവരെ മറ്റ് ശൈലികളുമായിട്ട് ചില സാമ്യതകളുണ്ട്, ദേവരാജ മാസ്റ്ററോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. പക്ഷേ ബിജിയുടെ സംഗീത വഴികളെന്ന് പറയുന്നത് ഒരു വേറിട്ട വഴികളായിരുന്നു. അങ്ങനെ ഒരു തോട്ടുണ്ടാകാൻ കാരണം എന്താണ്? ശരിക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായിട്ട് നിൽക്കണം എന്നൊരു ചിന്തയാണോ? സിനിമ അങ്ങനെയുള്ള സിനിമകൾ തേടി വന്നതുകൊണ്ടാണോ? വ്യത്യാസമായിട്ട് നിൽക്കണം എന്ന് കരുതില്ല, വ്യത്യസ്തനാണെന്ന് ഞാൻ കരുതുന്നുമില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മൾ വ്യക്തി എന്നുള്ള രീതിയിൽ വ്യക്തി എങ്ങനെ വ്യത്യാസപ്പെടുന്നോ ആ വ്യത്യാസം പാട്ടിലുണ്ടാവുമല്ലോ. കാരണം നമ്മളുടെ ചിന്തകൾ, നമ്മൾ സംഗീതത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അല്ലേ? നമ്മൾ ഒരു പാട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഒരു കവിത അല്ലെങ്കിൽ പാട്ടോ പദ്യമോ എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ആലോചന ഉണ്ട്. സീരിയസ് ആയിട്ട് നമ്മൾ ആലോചിക്കുകയുള്ളൂ. ആ ആലോചനയുടെ വ്യക്തിത്വം മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ പുതിയതായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ പുതിയതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നതാവാം. അല്ലാതെ സമീപനമാണ്. പുതിയതായിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിഷേധിക്കില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കാഴ്ചപ്പാട് അതിങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന പിടിവാശിയോ അല്ലെങ്കിൽ ഒരു നിലപാടോ ആ പാട്ടിൽ നിഴലിക്കുമ്പോഴാണ് ആ നിലപാടാണ് പുതിയത്. സംഗീതത്തിന് പുതിയതോ പഴക്കമോ ഒന്നുമില്ല. അതിൻ്റെ സമീപനം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് അതിൽ പുതിയത്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും ഇല്ല. ഹരി, തീർച്ചയായിട്ടും രണ്ടുപേരും റഫീഖയും രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്, പരസ്പരം വളരെ അടുപ്പമുള്ളവരാണ് അല്ലേ? ഭാഷാപരമായിട്ടും ഗാനങ്ങൾപരമായിട്ടും സംഗീതപരമായിട്ടും ഒരുപാട് ചർച്ചകൾ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുണ്ടാവും.
അപ്പം റഫീഖയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹരി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു പുതിയതായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു പാട്ടെഴുത്തിൻ്റെ രീതികൾ ഹരി എഴുതി വരുന്ന സമയത്ത് ഹരിയെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറേ എഴുത്തുകാരുണ്ടാവും. അത് കവികളാവാം, അല്ലെങ്കിൽ ഗാനരചയിതാക്കളാവാം. അവരെപ്പറ്റി ഒന്ന് പരാമർശിക്കാം. ചോദിച്ച ചോദ്യം കൊണ്ട് പറയാം, റഫീഖയും ഞാനും തമ്മിലൊരു രക്തബന്ധം ഉണ്ട് എന്ന് ഞങ്ങൾ പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എൻ്റെ ചെറിയച്ഛൻ്റെ സുഹൃത്താണ് റഫീഖ. ചെറിയച്ഛൻ്റെ വൈഫ് ഞങ്ങളുടെ കുന്നംകുളത്ത് റോയൽ ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ വേണ്ടി അഡ്മിറ്റ് ചെയ്ത സമയത്ത് അന്ന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് റഫീഖ വന്നിരുന്നു. അവിടെ വെച്ചിട്ടാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ആ രക്തബന്ധമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ വേറൊരു അതിനൊരു പകുതി തമാശയായിട്ട് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഈ ഷിബു ചക്രവർത്തി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ ഈ ആകാശവാണിയിൽ ഏതോ സ്ഥലത്ത് ഒരു കിരീടവും ചെങ്കോലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പാട്ട് എഴുതി വിടുന്നു എന്നാണ് ഞാൻ ചെറുപ്പത്തിൽ നമ്മൾ ഷിബി ചക്രവർത്തി എന്നൊക്കെ ഇങ്ങനെ പുരാണത്തിൽ വായിച്ച പോലെ അങ്ങനെ ഞാൻ ഷിബു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്നൊക്കെ പാട്ടെഴുത്തുകാരെന്ന് ഞങ്ങൾ അക്കിക്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്, അല്ലെങ്കിൽ അവിടെയാണ് ജീവിക്കുന്നത് റഫീഖും ഞാനും ഒക്കെ. അപ്പം നമ്മളിതൊന്നും അത്ര അങ്ങനെ അടുത്ത് പരിചയമില്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ എവിടെയോ ഇരുന്ന് ആരൊക്കെയോ പാട്ട് എഴുതുന്നു. ഞാനങ്ങനെ ഗാനരചയിതാക്കളെയോ സംഗീത സംവിധായകരോ ഒന്നും കണ്ടിട്ടില്ല അതിന് മുമ്പ്. നമ്മൾ പാട്ട് കേൾക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് റഫീഖ അന്ന് ESIയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോണ ബസ് എന്ന് പറഞ്ഞാൽ, നാട്ടിലെ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കും. ഈ കച്ചവടക്കാർ അതിൻ്റെ അങ്ങനെ തിക്കി തിരക്കിയിട്ട് ഇങ്ങനെയൊക്കെ നിന്നിട്ടാണ്. ആ ബസ്സിൽ ഈ ചൂടുള്ള ചോറ്റും പാത്രമൊക്കെ ആയിട്ട് നമ്മുടെ ഒപ്പം കയറുന്ന മനുഷ്യൻ തന്നെയാണ് രാക്കിളിതൻ വഴിമറയും എന്നുള്ളതും മൺവീണയിൽ മഴ ശ്രുതി ഉണർത്തി എന്ന് പറയുന്ന പാട്ടും ഒക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ റഫീഖോട് സംസാരിച്ചിട്ടുണ്ട്. പന്തി നിലാവിൻ്റെ തൊട്ടിലാടി എന്ന് പറയുന്ന പാട്ടുകളൊക്കെ ആ സമയത്താണ്, കവിതകൾ വന്നതാണ്. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു റഫീഖയുടെ പുസ്തക പ്രകാശനം ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളിൽ നടക്കുന്നത്. അപ്പം അങ്ങനെ കവിത എഴുതുന്ന ഒരാൾ അല്ലെങ്കിൽ പാട്ട് എഴുതുന്ന ഒരാൾ ആദ്യമായിട്ട് കാണുന്നത് റഫീഖയാണ്. തീർച്ചയായിട്ടും ആ ഇൻസ്പിറേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ വയലാറാണെങ്കിലും ഭാസ്കരൻ മാഷാണെങ്കിലും ഈ എഴുതിയ എല്ലാവരും നമ്മളിതായിട്ട് ഇതിനോട് ഇടപെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരിലൂടെയും സഞ്ചരിക്കുമല്ലോ. അതിൽ മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും അവരുടെ എഴുത്തിൽ. അതെന്തായിരിക്കും എന്നുള്ളൊരു അന്വേഷണം തീർച്ചയായിട്ടും ഇതൊരു പ്രൊഫഷനായിട്ടോ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടി വരേണ്ട സമയത്ത് അത് ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരാൾ എന്നുള്ള നിലയ്ക്കല്ല, എല്ലാവരും സ്വാധീനിച്ചിട്ടുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ എഴുതിയതിന് ശേഷം വന്ന ഇപ്പോൾ മൊഹസിൻ പരാരി, അതുപോലെ സുഹൈൽ കോയ, ഇവരൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തലത്തിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പം ജാതിക്കാത്തോട്ടം ജാതി നിൻ്റെ നോട്ടം, അത് ഒരു പാട്ടിൽ അത് എനിക്ക് എഴുതാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മുടെ മുമ്പുള്ളവരും പിന്നീട് വന്നവരും ഒക്കെ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ നല്ലൊരു ഒബ്സർവർ ആയിരിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട് അല്ലേ? ഒരു ആക്ടറാണെങ്കിലും ഒരു സംഗീത സംവിധായകനാണെങ്കിലും ഗാനരചയിതാവാണെങ്കിലും നമുക്ക് ചുറ്റും എന്തെല്ലാം സംഭവിക്കുന്നു എന്നറിഞ്ഞ് മനസ്സിലാക്കി അപ്ഡേറ്റ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞാണ് ഇപ്പം ഉദ്ദേശിച്ചത്. ഹരിയെ പറ്റി പറയുമ്പോൾ നേരത്തെ വിജി പറഞ്ഞ പോലെ പാട്ടെഴുത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഏകദേശം സമയമായി തോന്നുന്നു. ഞങ്ങൾ ആദ്യം കുഞ്ഞുണ്ണി മാഷ് പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷെ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ ഒരാൾ പുകഴ്ത്ത് അത്ര, കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു അത്ര, എന്നെ ഇനി ഇങ്ങനെ പുകഴ്ത്ത് ഞാൻ തിരിച്ചും പുകഴ്ത്തുന്നു, അതുകൂടി ഓർമ്മയിലിരിക്കുന്നത് നന്നായിരിക്കും. ഇനി പറഞ്ഞല്ല, ഇത് പുകഴ്ത്തലൊന്നുമല്ല, ഒരു ചെറിയ സന്തോഷം പങ്കുവയ്ക്കലാണ്. കാരണം ഒരുപക്ഷെ ഹരി സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാനൊരു ചടങ്ങിൽ വെച്ചാണ് ഹരിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞ് ആ ചടങ്ങിൽ ഹരി ഒരു ദശദാനം എന്നൊരു ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുത്ത് അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് മുറിച്ച് എവിടെയൊക്കെ മുറിക്കാന്ന് വെച്ചാൽ അത് മുറിച്ച് അതിൻ്റെ മലയാളം അർത്ഥം എന്താണ്, ഈ ഓരോ ദാനങ്ങൾ ചെയ്യുന്നതിനുള്ള ഫലം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പയ്യനെയാണ് ഞാൻ ആദ്യം കണ്ടത്. ആ ഫംഗ്ഷന് കണ്ടിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഹരിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ കുറച്ച് പാട്ടൊക്കെ എഴുതാറുണ്ട്, കുറച്ച് പാട്ട് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കാരണം ആ ഒരു പ്രായത്തിൽ
ഇതുപോലെയുള്ളൊരു ചടങ്ങ് നടത്തുകയും അതുപോലെ തന്നെ അതിലെ ഓരോ വാക്കുകളും പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പം നമ്മളുമൊക്കെ ഒരുപാട് ചടങ്ങുകളിലൊക്കെ പോകാറുണ്ട്. എത്ര പേര് നമ്മളുടെ അടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സംസ്കൃതം മനസ്സിലാക്കി തരുന്ന എത്ര പേർക്ക് സമയം കിട്ടും. എനിക്കതൊരുപാട് സന്തോഷം തോന്നി. അതിന് ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. എനിക്കൊരു അവസരം, ഒരു പാട്ട് വല്ലപ്പോഴൊക്കെ ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കൽ എഴുതലല്ല, പാട്ട് ചെയ്യലൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞു, ഒരു പുതിയൊരു പാട്ടെഴുത്തുകാരനുണ്ട്, ഒരു പാട്ടുകാരനും ഒരു പാട്ടെഴുത്തുകാരനും അവസരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ദിവസം ഹരിയെ തൃശ്ശൂർ പോയപ്പം വിളിച്ച് ഒന്ന് സംസാരിച്ചു. എനിക്കൊരു 4 വരി എഴുതി ഗുരുവായൂരപ്പൻ്റെ പാട്ട് എഴുതി തരാമോ ചോദിച്ചു. ചെറിയ 1-2 കാര്യം സിമ്പിളായിരിക്കണം. ഗുരുവായൂരപ്പനെ അവിടെ പോയി തൊഴുതുപോലെ തോന്നണം. അതുപോലെ കാൽപ്പനികതയോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചൊരു സിംപ്ലിസിറ്റി എന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ആൾക്കാർക്കത് കേൾക്കുമ്പം എന്താ പറയുക, ഗുരുവായൂരമ്പലത്തിൽ പോയ ഒരു ഗുരുവായൂരപ്പന് മുമ്പിൽ നിൽക്കുന്ന പോലെ എന്തൊക്കെയോ ഞാൻ ഹരിയുടെ അടുത്ത് പറഞ്ഞു. ഹരി അതൊക്കെ കേട്ട് ഒരു 10-15 മിനിറ്റിന് ഒരു കടലാസ് എൻ്റെ മുമ്പിൽ കൊണ്ട് തന്നിട്ട് ഞാനത് വായിച്ചു. ഹരിനാമ കീർത്തനം ചുണ്ടിൽ ഹരിമുരളീരവം കാതിൽ തിരുമുടി പീലിയൻ കണ്ണിൽ ശ്രീ ഗുരുവായൂരപ്പനെന്നുള്ളിൽ. 4 വരി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് അനുപല്ലവിയും ചേർന്ന് എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതി. മഴമുകിൽ കാണുന്ന നേരം തിരുവുടലാണെന്ന് തോന്നും, ഒരു കുയിൽ പാട്ടൊന്ന് കേട്ടാൽ മുരളികയാണെന്ന് തോന്നും. അങ്ങനെ എഴുതുന്നു. അപ്പോൾ സിനിമയിൽ എഴുതുന്നതിന് മുമ്പ് പുകഴ്ത്തി പറയുകയല്ല ഒരിക്കലും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവർ 3 പേരും പറഞ്ഞപ്പോൾ ഞാനത് ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അത്രയും സന്തോഷം തോന്നി. കാരണം ഞാൻ അന്നൊരു സംഗീത സംവിധായകനൊന്നുമല്ല. ഞാനൊരു കോൺസെപ്റ്റ് പറഞ്ഞപ്പം ഒരു വിത്തിൻ 15 to 30 മിനിറ്റ്സുള്ള ഒരു പാട്ട് കംപ്ലീറ്റ് എനിക്ക് എഴുതി തന്നു ഏറ്റവും. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇത് ഞാനൊന്നുമല്ല പാടുന്നത്, എന്നെക്കാളും വലിയ ആൾക്കാർ പാടണം തോന്നി. ഞാൻ ജേട്ടനോട് പോയി പറഞ്ഞു. ജേട്ടനത് കണ്ടപ്പോൾ ഇതാരാ എഴുതിയ കേമായിട്ടുണ്ടല്ലോ, നന്നായി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഹരി, എന്നാൽ എനിക്ക് കാണണം എന്ന് പറഞ്ഞു. ഹരിയെ വിളിച്ച് കാണിച്ചു. പിന്നീട് എനിക്ക് തോന്നുന്നത് ജേട്ടനും ഹരിയായിട്ട് ഒരുപാട് പാട്ടുകൾ, അവർ തമ്മിൽ നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് തലേദിവസം വരെ അദ്ദേഹം ഇവർ തമ്മിൽ കാണുകയുണ്ടായി എന്ന് തോന്നുന്നു, അല്ലേ? അപ്പം അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് തൊട്ടേ ഈ ഒരു എന്താ പറയുക, നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, നേരത്തെ ബിജി പറഞ്ഞു, നമ്മൾ ട്യൂൺ കൊടുക്കുന്നതിന് മുമ്പ് എഴുതി തരുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുകയും, നമ്മൾ ഈ ഒരു വൈൻഡിങ് സെഷൻ്റെ ലാസ്റ്റ് ഇതിൽ നമുക്ക് ജയേട്ടൻ്റെ ഒരു ചെറിയൊരു അദ്ദേഹത്തെക്കുറിച്ചൊരു അനുസ്മരണം കൂടെ വേണം, 2 വാക്ക് ഓരോരുത്തരും പറയണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതും കൂടെ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു എന്നുള്ളത്. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്നു.